വട്ടശ്ശേരി തിരുമേനിയെ മുടക്കാനുണ്ടായ മുടക്ക് കൽപ്പന, ആ മുടക്ക് കൽപ്പനയിൽ പറയുന്ന ഒരു കാര്യവും വ്യക്തമല്ല. 6-7 പോയിൻറ്റ്സ് പാത്രികീസ് പറയുന്നുണ്ട്. സഭയ്ക്ക് എതിരനായിട്ട് പ്രവർത്തിച്ചു, പ്രവർത്തിച്ചു മറിച്ചു, പിന്നെ പടപ്പേ തല്ലി പലതും പറയുന്നുണ്ടെങ്കിലും ഒരു കൃത്യമായ കുറ്റം, ഒരു തെറ്റ് വട്ടശ്ശേരി തിരുമേനിയുടെ പേരിൽ ഈ കൽപ്പനയിൽ പറയുന്നില്ല. അബ്ദുള്ള പാത്രികീസ് ഭാവം ആകെ പറയാൻ കഴമ്പുള്ളതായി തോന്നിയ ഒരു കാര്യം കൈവറയുണ്ടെന്നുള്ളതാണ്. അതുമാത്രം ഒരു കുറ്റമായിട്ട് നമുക്ക് അതിന് എടുക്കാൻ നോക്കുള്ളൂ. ബാക്കിയൊന്നും അത് നിലനിൽക്കുന്നതാണോ എന്നുള്ളത് അത് നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. കൈവറ ഉള്ളതുകൊണ്ട് കുർബാന അർപ്പിക്കാനൊക്കെ വിഷമമാണ് എന്നെഴുതിയിട്ടുണ്ട്. കോടതിയിൽ ഈ കാര്യത്തിൽ വെച്ച് അദ്ദേഹത്തെ ചോദ്യം ചെയ്തതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. വട്ടശ്ശേരി തിരുമേനിയെ കോടതിയിൽ വിസ്തരിക്കുന്ന അവസരത്തിൽ എതിർഭാഗം വക്കീൽ ചോദിച്ചു, അങ്ങയ്ക്ക് കൈവിറ എന്ന അസുഖമില്ലേ? ഉത്തരം, ഉണ്ട്. അത് കുർബാന ചെല്ലുവാൻ തടസ്സമല്ലേ? കുർബാന ചെല്ലുവാൻ തടസ്സമല്ല. അങ്ങനെയെങ്കിൽ ഞാൻ ഒരു ഗ്ലാസ് നിറയെ വെള്ളം ഈ മേശപ്പുറത്ത് വെച്ചാൽ, അല്ലെങ്കിൽ അങ്ങയുടെ കയ്യിൽ തന്നാൽ, അത് തുളുമ്പിപ്പോകാതെ അങ്ങയ്ക്ക് ജഡ്ജിയുടെ മുമ്പിൽ ഈ മേശപ്പുറത്ത് വയ്ക്കാമോ? വക്കീലിൻ്റെ ചോദ്യം. വട്ടശ്ശേരി തിരുമേനിയുടെ ഉത്തരം, കൈവറയുണ്ടെന്നുള്ള യാഥാർത്ഥ്യം, ഗ്ലാസ്സിൽ നിറയെ വെള്ളമെടുത്താൽ തുളുമ്പിപ്പോകാൻ സാധ്യതയുണ്ടെന്നുള്ളതും യാഥാർത്ഥ്യം. കോടതി മുമ്പിലാണ് ചോദ്യം, ആ വെള്ളം തുളുമ്പിപ്പോകാതെ ഗ്ലാസ് മേശപ്പുറത്ത് വയ്ക്കാമോ? അത്ഭുതകരമാണ് അദ്ദേഹത്തിൻ്റെ റിപ്ലൈ. അതാണ് പരിശുദ്ധാത്മ പ്രവർത്തനം. എന്താണ് അദ്ദേഹം പറഞ്ഞതെന്നറിയാമോ? ഞാൻ കോടതിയിൽ വന്നിരിക്കുന്നത് അഭ്യാസം കാണിക്കാനല്ല, ചോദ്യങ്ങൾക്ക് ഉത്തരം തരാനാണ്. ഇതാര് കൊടുത്തു ഈ കഴിവ്? അതാണ് വട്ടശ്ശേരി തിരുമേനിക്ക് നിങ്ങൾ ന്യായാസനത്തിൽ നിൽക്കുമ്പോൾ എന്തു പറയേണ്ടു എന്നോർത്ത് വിഷമിക്കേണ്ട, ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ആവശ്യമായത് തന്നുകൊള്ളും എന്ന് പറയുന്നതിന് തുല്യമല്ല ഈ സ്ഥിതി. അദ്ദേഹത്തോട് ചോദിച്ചു, പട്ടം കൊടുത്ത അവസരത്തിൽ ആരാ തലയെ കൈവച്ചത്? പാത്രികീസ് ബാവായാണെന്ന് വരുത്താൻ വേണ്ടിയാണ് ചോദ്യം. അദ്ദേഹത്തിന് അറിയാം. ഞാൻ തല കൊമ്പിട്ട് കുനിഞ്ഞിരിക്കുകയായിരുന്നു, ആരാ കൈവച്ചതെന്ന് കണ്ടില്ല. സത്യമല്ലേ? കണ്ടില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ പാത്രികീസ് ബാവായാണ് വെച്ചതെന്ന് വിശ്വസിക്കുന്ന കാര്യം വേറെ കാര്യം. ഞാൻ കണ്ടിട്ടില്ല. അതാണ് വട്ടശ്ശേരി തിരുമേനി.